പപ്പീസ് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടു. അപ്പോൾ അവരുടെ അമ്മ, അതായത് ലൂസിയും ലൂണയും പുറത്തു പോയിരിക്കുകയാണ്. ജസ്റ്റ് കൂടൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിനിയാണ് കൂട് ക്ലീൻ ചെയ്യുന്നൊരു സമയം കേട്ടോ. ലൂണ വന്നു. ലൂണ രാവിലെ ഒന്ന് നടക്കാൻ പോയതാണ്. കുറച്ച് പരിസരത്ത് തന്നെ, ദൂരെ എവിടെയും പോകാറില്ല. ലൂണ കം, ലൂണ വാടാ. ലൂണ വരില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പിള്ളേരെ ഭയങ്കര പേടിയാണ്. അവന്മാർ പോയി അവളെ കടിക്കാനും പിടിക്കാനും നിൽക്കും. പിടിച്ചാൽ അതിൻ്റെ അമ്മയെന്ന് വിചാരിച്ചിട്ട് അവിടെ പിടിച്ച് തൂങ്ങാനൊക്കെ നിൽക്കും. അത് അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വന്നേ പിന്നെ എൻ്റെ അടുത്ത് തന്നെ ലൂണ വരില്ല. ഈ പിള്ളേരുടെ അടുത്ത് ഞാനില്ലാത്ത സമയത്ത് മാത്രമേ നമ്മുടെ ലൂണ വരലൂ കേട്ടോ. ലൂണ അല്ല, ഞാൻ പോകുമ്പോഴേക്കും പേടിച്ച് പോകണം. വന്ന് ഇപ്പം ഞാൻ അവരുടെ അടുത്തല്ലാത്തതുകൊണ്ട് മാത്രം ലൂണ വന്നതാണ്. ഇല്ലടാ, ലൂസി എന്താ അവിടെ നിന്ന് വരുന്നുണ്ട്. ലൂസി മക്കളുടെ പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞ് ലൂണയുടെ പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടാകും നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാണ് രാവിലെ. അല്ലേ ലൂസി? ലാസ്റ്റ് ഉള്ള ഇനി നാക്കി തുടയ്ക്കുക. ഇവിടെ നമ്മൾ ലൂസിക്ക് കൊടുത്തതായിരുന്നു. പിള്ളേർ നടക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിക്കൊണ്ട് വരും. രാവിലെ എല്ലാവരും നല്ല എനർജറ്റിക്കാണ്. ഇപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി പപ്പിയിടലും പരിപാടികളൊക്കെയാണ്. മാക്സിമം ഇതുപോലെ താഴെ ഈ പുല്ലുള്ളിടത്തൊക്കെ വന്നിട്ടൊക്കെ ഇവർ പോകാറുള്ളൂ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലൂണ എവിടേക്കടാ? ഫുള്ള് ആസ്വദിക്കുകയാണ് രാവിലെ എണിച്ചിട്ട്. അവന്മാർ ഫുള്ള് ഇതിൻ്റെ പുല്ലിൻ്റെ അടിയിലൊക്കെ കിടന്ന് നല്ല അടികൂടലൊക്കെ ആട്ടാ. അത് അവിടെ ഒരാളുണ്ട്. എന്ത് നോക്കാടാ അവിടെ? അവന്മാരിവിടെ എല്ലാവരും കൂടെ നല്ല കളിയിലാണ്. സൈക്കിളിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട്. ഇതിവിടെ ഒരുത്തനും ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് ഇപ്പന്മാരെ കളിയൊക്കെ കാണാൻ അരമണിക്കൂർ 1 മണിക്കൂർ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ്. ഒരുത്തൻ ആ പഴയ ചെരുപ്പിനെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്തായാലും ചെരുപ്പ് കടിക്കുന്നുണ്ട്. അപ്പോൾ കടിക്കാണ്ടിരിക്കണമെങ്കിൽ അതിനുള്ള അവർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കടിയൊക്കെ നിർത്തിക്കോളും. പിന്നെ ഈ ചെരുപ്പൊക്കെ കടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചെറുതായിട്ടൊരു അടിയൊക്കെ കൊടുത്തു തുടങ്ങി. ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അവർ കറക്റ്റാവും. അതേപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞതും അപ്പോൾ തന്നെ ഇതുപോലെ മണ്ണുള്ളിടത്ത്, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ കൊണ്ടിരുത്തുക. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇവർ പോവും, അല്ലാതെ പോവാതിരിക്കില്ല. ഫുഡ് കൊടുത്തു കഴിഞ്ഞത് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ശീലം വരും. വലിയ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. ഡോമാരൊക്കെ എൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് വരികയാണ്. രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. മേലെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഞാൻ വീഡിയോ എടുത്താണ്. അതുകൊണ്ടാണ് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കുക, അത്രേ ചെയ്യാറില്ല. അല്ലാതെ ഈ തണുപ്പ് സമയമായതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതലൊന്നും ചെയ്യാറില്ല കേട്ടോ. കം 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 ഗേൾസ് കം. ഒരാളുണ്ടല്ലോ, ഇനി ഒരാളവിടെ പോയി. ഒരാൾ മിസ്സിങ് ആണ്. കം കം കം. ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ അപ്പിയിടുകയെന്ന് തോന്നുന്നു. കണ്ട, അവിടെയാണ് അവളല്ല, അവൻ മെയിലാണ്.